ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു ഫോൺ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഐഫോൺ തന്നെ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ ഏത് ഐഫോൺ എടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു ഐഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഐഫോൺ 15 എടുക്കുക. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിലും 15 എടുക്കുക എന്നുള്ളതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഒരു ഐഫോൺ വേണമെന്നുണ്ടെങ്കിൽ 43,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐഫോൺ 13 ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കാവുന്നതാണ്. അപ്പം ഇതിൽ 6.1 ഇഞ്ചിന്റെ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. വലിയൊരു നോച്ചൊക്കെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. A15 ബൈൻഡിങ് ചിപ്പ് വരുന്നുണ്ട്. പിന്നെ 12+12 മെഗാ പിക്സൽ ബാക്ക് ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ സിനിമാറ്റിക് വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3240 mAh ബാറ്ററിയാണ് വരുന്നത്. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 43,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ കുറച്ചും കൂടി കൂടിയൊരു പ്രൈസ് റേഞ്ചിൽ ഐഫോൺ 14 ഉണ്ട്, പക്ഷെ ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഏകദേശം ഐഫോൺ 13 ഇതുപോലുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. വിലയാണെങ്കിൽ 55,000 രൂപ പ്രൈസ് റേഞ്ചിലും വരുന്നുണ്ട്. അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 5,000 രൂപയും കൂടി കൂട്ടിയിട്ട് ഐഫോൺ 15 എടുക്കുന്നതായിരിക്കും. അപ്പം ഐഫോൺ 15 60,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇതിലോട്ട് വരുമ്പം 6.1 ഇഞ്ചിന്റെ OLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്, പക്ഷേ ഡൈനാമിക് ഐലൻഡ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് ആ ഒരു ഫ്രണ്ടിലുള്ള ഡിസൈൻ മാറിയിട്ട് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ഇതിൽ വരുന്നുണ്ട്. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് ഇതിലും വരുന്നില്ല. A16 ബൈൻഡിങ് ചിപ്പാണ് വരുന്നത്. 48+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ 3349 mAh ബാറ്ററിയാണ് വരുന്നത്. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം 60,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയൊരു സ്ക്രീൻ സൈസോ അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റിയോ വേണമെന്നുണ്ടെങ്കിൽ 67,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐഫോൺ 15 പ്ലസും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിലോട്ട് വരുമ്പം 6.7 ഇഞ്ചിന്റെ വലിയൊരു ഡിസ്പ്ലേ സൈസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള 4383 mAh ബാറ്ററിയും വരുന്നുണ്ട്. ബാക്കി സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. അപ്പം 67,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാം. പിന്നെ ലേറ്റസ്റ്റ് സീരീസിൽ വരുന്ന ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ 70,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐഫോൺ 16 വരുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്, പക്ഷെ ബെറ്റർ ആയിട്ടുള്ള 18 ബൈൻഡിങ് ചിപ്പ് വരുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫീച്ചർ വേണമെന്നുണ്ടെങ്കിൽ ഐഫോൺ 16 സീരീസ് വേണം. അല്ലാന്നുണ്ടെങ്കിൽ 15 പ്രോ സീരീസ് ആണ് വേണ്ടത്. പക്ഷേ ഈ ഒരു ലിസ്റ്റിൽ 15 പ്രോ സീരീസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ മിനിമം ഐഫോൺ 16 സീരീസ് വേണം എന്ന് പറയാവുന്നതാണ്. ഇപ്പം ഐഫോൺ 15ലും 15 പ്ലസിലും ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫീച്ചർ ഉണ്ടാവില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ 16 ഒക്കെ എടുക്കുക. പിന്നെ സിമിലർ ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. ബെറ്റർ ആയിട്ടുള്ള 3561 mAh ബാറ്ററി വരുന്നുണ്ട്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 70,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയൊരു സ്ക്രീൻ സൈസും അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിയും വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 16 പ്ലസ് നോക്കാവുന്നതാണ്. അപ്പം ഇതിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി വലിയ 6.7 ഇഞ്ചിന്റെ സ്ക്രീൻ സൈസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള 4674 mAh ബാറ്ററിയും വരുന്നുണ്ട്. ബാക്കി 16 പോലുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. അപ്പം 80,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 1,13,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐഫോൺ 16 പ്രോ വരുന്നുണ്ട്. അപ്പം ഇതിലോട്ട് വരുമ്പം 6.3 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡൈനാമിക് ഐലൻഡ് തന്നെയാണ് വരുന്നത്. 18 പ്രോ ബൈൻഡിങ് ചിപ്പാണ് ഇതിൽ വരുന്നത്. 48+12+48 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഇതിൽ എക്സ്ട്രാ വരുന്നുണ്ട്. 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ 3582 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 1,13,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയൊരു സ്ക്രീൻ സൈസും അതുപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റിയും വേണമെന്നുണ്ടെങ്കിൽ ഐഫോൺ 16 പ്രോ മാക്സും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ കുറച്ചും കൂടി വലിയ 6.9 ഇഞ്ചിന്റെ ഡിസ്പ്ലേ സൈസ് വരുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള 4685 mAh ബാറ്ററിയും വരുന്നുണ്ട്. ബാക്കി 16 പ്രോയിൽ ഇതുപോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പം ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐഫോണുകൾ. അപ്പം ഇതിൽ ഞാനിതിന് ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.